ഹലോ ഗൈസ്, അങ്ങനെ ഇടവം കഴിഞ്ഞു, മിഥുനം തുടങ്ങി. ഇന്ന് അമ്പലത്തിൽ സംക്രാന്തി പൂജയായിരുന്നു കേട്ടോ. കാലത്ത് ഞാനും അച്ഛനും കൂടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. പോന്ന വഴി എസംപുരത്ത് വെച്ച് പ്രതീക്ഷിക്കാതെ ഒരു മഴ പെയ്തു. അങ്ങനെ വണ്ടി സൈഡാക്കി ഞാനും അച്ഛനും റെയിൻകോട്ടൊക്കെ ഇട്ടു. അപ്പോഴല്ലേ ഓർത്തത് അമ്പലത്തിലേക്ക് 2 സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ദയവായി തന്നെ മഴ തന്നതാണ്. അങ്ങനെ അച്ഛൻ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം. പൊയ്യാറ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം എൻ്റെ ചേട്ടൻ്റെ അമ്പലമാണ് കേട്ടോ ഇത്. ചേട്ടൻ്റെ കുടുംബക്ഷേത്രം. ഇപ്പോൾ എൻ്റേതും. ഞാനൊരു കണ്ണൂർക്കാരിയാണെങ്കിലും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പിന്നെ തൃശ്ശൂർ സെറ്റിൽഡാണ് കേട്ടോ. പറ്റാവുന്ന എല്ലാ മാസപൂജയ്ക്കും ഞാനിവിടെ അമ്പലത്തിൽ വരാറുണ്ട്. ഇവിടെ വന്ന് ദേവിയെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് ആ മാസം മുഴുവൻ നിലനിൽക്കും. അങ്ങനെ ദേവിയെയും കണ്ട് അയ്യപ്പസ്വാമിക്ക് എള്ളുതിരയും കത്തിച്ച് അധിക നേരം അവിടെ നിൽക്കാനുള്ള ഗ്യാപ്പൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. കാരണം അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. കൂടെ ജോലി ചെയ്യണ നിമിത ചേച്ചിയുടെ മോളുടെ പിറന്നാളാണ് കേട്ടോ ഇന്ന്, നമ്മുടെ അമ്മൂസിൻ്റെ പിറന്നാളെ. അങ്ങനെ ജോലി കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടി നെടുക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. നമ്മുടെ അമ്മൂസ് നല്ല ഒരുക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ അവളാണല്ലോ ഇന്ന് സ്റ്റാർ ഓഫ് ദി ഡേ. അപ്പോഴേക്കും അമ്മൂസിൻ്റെ അച്ചാച്ചൻ ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ ദേ ചേച്ചി ഞാൻ റെഡിയായി എന്നും പറഞ്ഞ് വീഡിയോയുടെ മുമ്പിൽ ഇത് പോസ്റ്റ് ഇടാണ് കേട്ടോ ആള്. അങ്ങനെ ചേച്ചി ഇന്ന് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ എന്ന് കേട്ടപ്പോൾ ഓട്ടോടി റൂമിലേക്ക്. പിന്നെ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ വാരി വെച്ച് കട്ടിൻ്റെ മേലേക്ക് നിരത്തി. അങ്ങനെ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് കാണിക്കുക കേട്ടോ. ഇതൊക്കെ അവളുടെ കൊളീഗ്സാണ് കേട്ടോ. മീനു, അച്ചു, കീത്തു. ഇതവളുടെ ചേട്ടൻ അച്ചൂസ് കൊടുത്ത ഗിഫ്റ്റാണ് അവൾക്ക്. എന്ത് ഭംഗിയാലേ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന കാണുമ്പോൾ അത് കാണുന്ന കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചേച്ചിമാർ കൊടുത്ത ഗിഫ്റ്റും മാമന്മാർ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റും ഒക്കെ കൂടി അങ്ങോട്ട് കാണിക്കുകയാണ് നമ്മുടെ അമ്മക്കുട്ടി. അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് നടന്നു. ചേച്ചിയുടെ അനിയൻ്റെ പിറന്നാളും കൊച്ചിൻ്റെ പിറന്നാളും ഒരേ ദിവസമായിരുന്നു. അതിനൊക്കെ വേണമല്ലേ ഒരു ഭാഗ്യം, 2 പേർക്കും കൂടി ഒരു ദിവസം അങ്ങോട്ട് കേക്ക് മുറിക്കാം. അമ്മുവാണെ പിന്നെ മാമൻ്റെ മോളാണ് കേട്ടോ. മാമൻ എന്ന് പറഞ്ഞാൽ അമ്മൂന് ജീവനാണ്. അങ്ങനെ പുത്തൻ ഉടുപ്പിട്ട സന്തോഷമൊക്കെ ആ മുഖത്ത് അങ്ങോട്ട് തെളിയണുണ്ട്. ഉടുപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചേച്ചിയുടെ പിന്നാലെ. എന്തിനാ? ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ പോസിലും ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇതേ ആൾ കറങ്ങലായി, വട്ടട്ട് കറങ്ങൽ. അവൾക്ക് ഒരു സ്ലോ മോഷൻ വീഡിയോ വേണമെന്ന്. പിറന്നാൾ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.